തെരുവുനായ ശല്യത്തിൽ പൊറുതിമുട്ടി ചാലക്കുടിക്കാർ. വെള്ളിയാഴ്ച ഹരിതകർമ്മസേന അംഗം ഉൾപ്പെടെ 4 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. ഇതോടെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ നായ ആക്രമണത്തിന് ഇരയായവരുടെ എണ്ണം 20ആയി. തെരുവുനായയെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന ചിന്തയിലാണ് ചാലക്കുടിക്കാർ. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ നായ ആക്രമണത്തിന് ഇരയായവരുടെ എണ്ണം 20ആയി ഉയർന്നു. ഹരിതകർമ്മസേന അംഗം പടിഞ്ഞാറെ ചാലക്കുടി മാട്ടാലക്കൽ വീട്ടിൽ 47 വയസ്സുള്ള സരസ്വതി, മേട്ടിപ്പാടം കോടശ്ശേരി വീട്ടിൽ 49 വയസ്സുള്ള അജി, മാള പുലിക്കര വീട്ടിൽ 54 വയസ്സുള്ള സജീവൻ, ഹൗസിംഗ് ബോർഡ് കോളനിയിൽ 13 വയസ്സുള്ള സെയിന്റ് മാത്യു എന്നിവർക്കാണ് പരിക്കേറ്റത്. ഹരിതകർമ്മസേന അംഗം സരസ്വതിക്ക് മാലിന്യം ശേഖരിക്കുന്നതിനിടെ സൗത്ത് ജംഗ്ഷനിലെ കാന്താരി ഹോട്ടലിന് സമീപത്ത് വെച്ചാണ് കടിയേറ്റത്. മറ്റ് 3 പേർക്കും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് ഒരു നായയിൽ നിന്ന് ആക്രമണം ഉണ്ടായത്. ഈ നായ ദിവസങ്ങൾക്ക് മുമ്പ് നിരവധി പേരെ കടിച്ചിട്ടുണ്ട്. കടിയേറ്റവർക്ക് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നൽകി. ഇന്നിപ്പോൾ 2 പേരെ പട്ടി കടിച്ച് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വന്ന് അവർ ഇഞ്ചക്ഷൻ ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. രാവിലെ അവർ ജോലിക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ ഒരു അജിത്ത് എന്ന് പറഞ്ഞ ചേട്ടന് അതൊരു പ്രസവിച്ച് കിടക്കുന്ന ഒരു പട്ടിയാണ്. നമ്മൾ 2-3 ദിവസം മുൻപ് നമ്മുടെ ക്യാച്ചേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു പട്ടീനെ പിടിക്കാനായിട്ട്. അപ്പോൾ ഈ പട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേ ട്രൈ ചെയ്തു. ഒരു 3-5 മണിക്കൂറോളം ഈ പട്ടീനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ തമ്പ് ചെയ്തതാണ്. അപ്പോൾ അത് പ്രസവിച്ച് കിടക്കുന്ന കാരണം കൊണ്ട് ആ ഓടയുടെ ഉള്ളിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളും ഓടയുടെ ഉള്ളിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ഈ പട്ടി ഓടയുടെ ഉള്ളിലേക്ക് ഓടിപ്പോയോ എന്നറിയില്ല. പിന്നെ 2 ദിവസത്തിന് ശേഷമാണ് ഇന്നിപ്പോൾ ആ പട്ടി വന്നിട്ട് ഇപ്പോൾ 2 പേരെ കടിച്ചിരിക്കുന്നത്. നമ്മൾ ക്യാച്ചേഴ്സിനെ വിളിച്ചിട്ടുണ്ട്. അവർ എത്രയും പെട്ടെന്ന് വരും. അതിന് വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കും. മീഡിയ ടൈം ചാലക്കുടി.